കരൂരിലെ അപകടമുണ്ടായ സ്ഥലത്ത് ഇന്ന് NDAയുടെ കേന്ദ്ര സംഘവും KC വേണുഗോപാൽ MPയും സന്ദർശിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയം പറയാനില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം അറസ്റ്റിലായ TVK പ്രവർത്തകരുടെ ജാമ്യ ഹർജി കരൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കരൂരിൽ ഇന്ന് ദുരന്തം നടന്ന സ്ഥലത്ത് NDAയുടെ കേന്ദ്ര സംഘവും KC വേണുഗോപാലും സന്ദർശിച്ചു. ഇരുവരും ഈ അപകടം നടന്ന സ്ഥലവും അതിനുശേഷം ആശുപത്രിയിൽ പരിക്ക് പറ്റിയവരെയുമാണ് സന്ദർശിച്ചത്. KC വേണുഗോപാൽ പറഞ്ഞ കാര്യം, ഈ ഒരു വിഷയത്തിൽ തങ്ങളിപ്പോൾ രാഷ്ട്രീയ കളിക്ക് തയ്യാറല്ല, തങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. അതിനൊരു പ്രോപ്പർ എൻക്വയറി നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, അല്ലാണ്ട് നമ്മളാരാണ് ഇപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് നിർണ്ണയിക്കാൻ. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആയുധമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. TVK നേതാക്കളായ മതിയഴകനും പോൺരാജും കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരെ കരൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. വളരെ രൂക്ഷമായ കുറെ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ കോടതി ഉന്നയിച്ചത്. വിജയ് പോലെ ഒരു നേതാവ് വരുമ്പോൾ 10,000-ലധികം പേർ കൂടുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? അങ്ങനെയാണോ നിങ്ങൾ സംഘടന നടത്തുന്നത് എന്നുള്ള ഗുരുതരമായ പല ചോദ്യങ്ങളും കോടതി ഇവരോട് ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ അപകടത്തിന് കാരണം വിജയും അല്ലെങ്കിൽ TVK പാർട്ടി പ്രവർത്തകരുമാണ്. കാരണം 11 നിർദ്ദേശങ്ങൾ ഈ വിജയുടെ പരിപാടിക്ക് പോലീസ് നൽകിയിരുന്നു. അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പരിപാടി നടത്തിയത്. കൃത്യസമയത്ത് വിജയ് എത്തിയില്ല, മറ്റു മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ കുറ്റപ്പെടുത്തി. അതേസമയം തന്നെ ഇത്രയധികം പേർ വരില്ലായിരുന്നുവെന്നും പോലീസിനോട് ആവശ്യപ്പെട്ട സ്ഥലം അവർ അനുവദിച്ചില്ലെന്നും വിജയുടെ വാഹനം പോലും കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല എന്നും തിരിച്ചും വാദങ്ങൾ പ്രതികൾ ഉന്നയിച്ചു. അവർ ചോദിച്ചൊരു കാര്യം, ഈ TVK തമിഴ്നാട്ടിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവിടെ 10,000 പേർ വരുമെന്നേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾ വന്നു, അതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രതികൾ പറഞ്ഞത്. അതേസമയം ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ ആരെയും പ്രതികളായി ചിത്രീകരിക്കരുതെന്നും ഈ പ്രതികൾ ആവശ്യപ്പെട്ടെങ്കിലും അതെല്ലാം കോടതി തള്ളുകയാണ്. ഈ 2 പ്രതികളെയും 15 ദിവസത്തേക്ക് കോടതി റിമാൻഡിൽ വിട്ടു. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ BS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.